ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നമ്മുടെ നോമ്പിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ചെമ്മീനും ചിക്കനും കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ചെമ്മീൻ കുറച്ച് നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിടാം. അപ്പോൾ ആ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കുക. അതിപ്പോൾ മസാല എത്ര വേണം അതിനനുസരിച്ചിട്ട് ചെമ്മീനും സവാള ഒക്കെ കൂട്ടി കൊടുത്താൽ മതിയേ. അപ്പോൾ സവാള ഇട്ട് അതൊന്ന് നന്നായി വഴറ്റി വരുമ്പോൾ അതിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മസാല ആക്കി എടുക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അരിയാണ് കുറച്ച് പച്ചരി കുതിർത്തിയിട്ട് അതിലേക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആ അരച്ചെടുത്തതിലേക്ക് നമുക്ക് പത്തിൻ്റെ പൊടി ഇട്ടെടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ മസാല റെഡിയായി. ഇനിയിപ്പോൾ ഇതുപോലെ ആ അരി എടുത്തിട്ട് അതിൽ നമുക്ക് ഓരോരോ ഉള്ള അരി എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഈ മസാല ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ചെമ്മീൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചിക്കനും വെച്ചിട്ടാണ് ആക്കിയത്. ചിക്കൻ്റെ മസാല അത് ചെമ്മീൻ കൂട്ടാത്ത ആൾക്ക് ചിക്കൻ ആക്കിയതാണ്. അതിൻ്റെ മസാല ഒന്നും കാണിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇത് രണ്ട് തരത്തിലാക്കിയത്. അപ്പോൾ അത് നമുക്കൊന്ന് സ്റ്റീം ചെയ്ത് ഒരു 20-25 മിനിറ്റ് സ്റ്റീം ചെയ്തിട്ട് അതൊന്ന് ആക്കിയെടുക്കാം. പിന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അത് പൊരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കറിവേപ്പിലയൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അത് ഇതുപോലെ ആക്കിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് മുക്കിയിട്ട് ഒന്ന് പാനിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നത്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാണ്ട് ആവിയിൽ വേവിച്ചെടുത്ത സ്നാക്കാകുമ്പം അത്രയും നല്ലത്. അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഉണ്ടാക്കിയത് ഒരു കടലക്കപ്പരിപ്പ് പോളയാണ്. അതും വളരെ പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കടലക്കപ്പരിപ്പ് എന്ന് പറയുമ്പം നമുക്കത് ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് വിചാരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. കടലക്കപ്പരിപ്പ് ഒരു അരക്കപ്പ് വേണമെങ്കിൽ ഒന്ന് വെള്ളത്തിലൊന്ന് പൊതിർത്തിയെടുക്കുക, അല്ലെങ്കിൽ എന്നിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുത്താൽ മതി. ഞാൻ ഇതിപ്പോൾ വേവിച്ചെടുത്തതാണ്. അരക്കപ്പ് കടലക്കപ്പരിപ്പിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. അതിലേക്ക് വലിയ മുട്ടയാണെങ്കിൽ ഒരു 4 എടുക്കുക, ഇല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 5 മുട്ട എടുക്കുക. എല്ലാം മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ആ മുട്ടയും അതിലേക്ക് തന്നെ 5 ടീസ്പൂൺ പഞ്ചസാരയും 5 ടീസ്പൂൺ പാൽപ്പൊടിയും പിന്നെ കുറച്ച് അരക്കപ്പ് പാലും ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് തന്നെ ഈ കടലക്കപ്പരിപ്പും കൂടി ചേർത്ത് നമുക്കതൊന്ന് അടിച്ചെടുക്കാം. പിന്നെ അതിൽ വേണമെങ്കിൽ ഏലക്കായി ഇട്ട് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഏലക്കായി കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് അത് ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ അത് ഏതിലേക്ക് ഒഴിക്കുന്നത് അതിൽ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഒഴിച്ച് ഒരു 15-20 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് ആയി കിട്ടും. ഇടയ്ക്കൊന്ന് വന്ന് തുറന്ന് നോക്കിയാൽ മതി. നല്ല അടിപൊളിയായിട്ട് ഈ കടലക്കപ്പരിപ്പിൻ്റെ പോള റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.